Hi friends, welcome to Easy Igno. BGC 103 Indian Writings in English എന്ന പേപ്പറിൽ Block 1 Unit 2 A detailed summary of the novel A Tiger for Malgudi written by R.K. Narayan ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. So before moving on to the summary, നമ്മൾ R.K. നാരായണനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. And his full name is രാശിപുരം കൃഷ്ണസ്വാമി അയ്യർ നാരായണ സ്വാമി. അതാണ് R.K. നാരായണന്റെ full form. And he was born in 1906 in Madras. ബാക്കി അദ്ദേഹത്തിന്റെ വർക്ക്സിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ടൈറ്റിൽ തന്നെയുണ്ട്, ടൈഗർ ഫോർ മാൽഗുഡി. മാൽഗുഡി എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ടൗൺ ആണ്. അദ്ദേഹത്തിന്റെ കഥകളിലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് മാൽഗുഡി എന്ന് പറയുന്നത്. വളരെ ജെന്റിൽ ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഫിക്ഷണൽ ടൗൺ ആണ്. ആ സമയത്തെ കണ്ടംപററി ഇന്ത്യയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് തന്നെയാണ് മാൽഗുഡി അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ ഇമാജിനേഷനിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയ അല്ലെങ്കിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഒരു സ്ഥലമാണ് മാൽഗുഡി എന്ന് പറയുന്നത്. ആൻഡ് ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ 1983 ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. ഈ നോവലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ നരേറ്റർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് അല്ല, ഇറ്റ്സ് എൻ ആനിമൽ, ഒരു ടൈഗർ ആണ് ഈ നോവല് നരേറ്റ് ചെയ്യുന്നത്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അദ്ദേഹം ഈ നോവൽ എഴുതാൻ ഒരു കാരണമുണ്ട്. കാരണം അദ്ദേഹം ഒരു ദിവസം ന്യൂസ് പേപ്പറിൽ കണ്ട ഒരു ന്യൂസാണ് അദ്ദേഹത്തിന് ഈ നോവൽ എഴുതാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആകുന്നത്. ആ ന്യൂസിൽ ഒരു ഹെർമിറ്റ്, അതായത് ഒരു മോങ്ക്, ഒരു സന്യാസി ഒരു ടൈഗറിന്റെ കൂടെ നടന്നു പോകുന്ന ഒരു പിക്ചർ അദ്ദേഹം കാണുകയുണ്ടായി. ഡ്യൂറിങ് ദ കുംഭമേള, അലഹബാദിലെ കുംഭമേള നടക്കുന്ന സമയത്ത് ഒരു ഹെർമിറ്റ് ഒരു ടൈഗറിന്റെ കൂടെ നടന്നു പോകുന്ന ഒരു പിക്ചർ അദ്ദേഹം കണ്ടു. സോ അത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു നോവൽ എഴുതിയാലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നത്. അത് ആ ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള. സോ അതാണ് ഈ നോവലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ നോവലിന്റെ 4 സ്റ്റേജ്, ഈ ടൈഗറിന്റെ ലൈഫിലെ 4 സ്റ്റേജസ് പറയുന്ന രീതിയിലാണ് നോവല് എഴുതിയിട്ടുള്ളത്. സ്റ്റേജ് 1 നരേറ്ററായ രാജ എന്നാണ് ടൈഗറിന്റെ പേര്. രാജ ഒരു സൂവിലെ ഒരു കേജിലാണ് കിടക്കുന്നത്. സോ രാജ തന്റെ പാസ്റ്റിനെ പറ്റി പറയുകയാണ്. അതായത് തന്റെ മുന്നിലൂടെ പാസ് ചെയ്തു പോകുന്ന ആൾക്കാരോടായിരിക്കാം, ഇൻ ദ സെൻസ് ആ ഒരു രീതിയിൽ അദ്ദേഹം രാജയുടെ പാസ്റ്റിനെ പറ്റിയിട്ട് പറയുകയാണ്. സോ രാജ പറയുകയാണ്, രാജ ജനിക്കുന്നതും വളരുന്നതും ഒക്കെ മെമ്പി ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുന്ന് ആ ഒരു പ്രദേശത്താണ്. അവിടെ രാജയുടെ അമ്മയാണ് രാജയെ എല്ലാ തരത്തിലും ഫീഡ് ചെയ്തിരുന്നത്, ഫുഡ് കൊണ്ട് കൊടുക്കുക. ഒരു കേവിനുള്ളിലായിരുന്നു രാജ, അമ്മയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിന്നിരുന്ന ഒരു മൃഗമാണ്. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം അമ്മ മരിക്കുകയാണ്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാജ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നു. എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ. കുഞ്ഞായിരുന്ന സമയത്താണ് അമ്മ മരിക്കുന്നത്. അപ്പം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ മൃഗങ്ങളൊക്കെ ബുള്ളി ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വന്നു. പക്ഷെ ഗതികേടുണ്ട്. അവസാനം വിശപ്പ് വന്ന സമയത്ത് രാജ തന്നെ തന്റെ ഇരയെ പിടിക്കാനായിട്ട് പുറത്തിറങ്ങുകയും അങ്ങനെ ഇവൻച്വലി പതിയെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് മാറുകയും ചെയ്തു. പക്ഷെ സ്ട്രോങ് ആയി മാറിയതിനു ശേഷം ഭയങ്കരമായ അഹങ്കാരം ഉണ്ടാകുകയാണ് രാജയ്ക്ക്. കാരണം രാജ സ്വയം വിചാരിക്കുന്നത് ഐ എം ദ കിങ് ഓഫ് ദ ജംഗിൾ, സിംഹമല്ല, ഞാൻ തന്നെയാണ് ഈ കാട്ടിലെ രാജാവ്, കാരണം ഞാൻ അത്രയും സ്ട്രോങ് ആണ്, എല്ലാവരും പേടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മൃഗമായിട്ട് രാജ ഒരു പോയിന്റ് എത്തുമ്പോൾ മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ രാജയ്ക്ക് ഇഷ്ടമല്ലാത്ത രാജ എപ്പോഴും അവോയ്ഡ് ചെയ്തിരുന്ന കുറച്ച് മൃഗങ്ങളുണ്ട്. ഒന്നൊരു പോർക്കുപൈൻ ആണ്. കാരണം ഒരു ദിവസം ഒരു പോർക്കുപൈനുമായിട്ടുള്ള ഒരു അറ്റാക്കിനിടയിൽ അതിന്റെ സ്പൈൻസ്, മുള്ളുകൾ കയറിയിട്ട് രാജയ്ക്ക് പരിക്കേറ്റു. അതുകൊണ്ട് ഈ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഒരു മൃഗമാണ് പോർക്കുപൈൻ. അതുപോലെ തന്നെ ഔളിനെ ഇഷ്ടമല്ല. അതുപോലെ ലെപ്പാർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ടൈഗറിന്റെ ഫാമിലി പെട്ട തന്നെയാണ്. പക്ഷെ അതിന് മരത്തിൽ ക്ലൈംബ് ചെയ്യാൻ പറ്റും. അത് ടൈഗറിന് പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ഈഗോ ക്ലാഷും കൂടെ അവിടെ വരുന്നത് കൊണ്ട് ലെപ്പാർഡിനെയും ഇഷ്ടമല്ല. സോ അങ്ങനെ രാജ കാട്ടിൽ ഇങ്ങനെ വിലസ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ടൈഗ്രസ് ഫീമെയിൽ ടൈഗർ ആണ് ടൈഗ്രസ് എന്ന് പറയുന്നത്. അപ്പം ടൈഗ്രസിനെ കാണുകയാണ്. ടൈഗ്രസ് ഇങ്ങനെ ഈ രാജ പോകുന്ന വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് കിടക്കുകയാണ്. അപ്പൊ രാജ ഭയങ്കര വലിയ സെറ്റപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഈ ടൈഗ്രസ് മാറിക്കൊടുക്കുന്നില്ല. അപ്പൊ ടൈഗ്രസും രാജയും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിന്റെ എൻഡിൽ രണ്ടുപേർക്കും നല്ല രീതിക്ക് രണ്ടുപേരും ഇഞ്ചേർഡ് ആവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു ജാക്കിൽ നിൽക്കുന്നുണ്ട് ഒരു കുറുക്കൻ. അപ്പം ഈ കുറുക്കൻ ഇത് കണ്ടിട്ട് ഇവരോട് ലാസ്റ്റ് ഇവർ ഭയങ്കര അറ്റാക്കിംഗ് ഒക്കെ ആ ഒരു മോഡിൽ എത്തിയപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങളൊരു സെറ്റിൽമെന്റ്, ഒരു എഗ്രിമെന്റിൽ എത്തണം എന്ന് പറയുന്നു. അവസാനം രാജ തന്നെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആ ഒരു ടൈഗ്രസിന്റെ അടുത്ത് പോകുന്നു. അങ്ങനെ അവര് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവൻച്വലി അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നു. 4 കുട്ടികളാണ് അവർക്ക് ഉണ്ടാകുന്നത്. ആൻഡ് ഹി വാസ് എൻജോയിങ് ദ ഫാമിലി ലൈഫ്. അങ്ങനെ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയും എൻജോയ് ചെയ്യാനുമായിട്ട് രാജ തുടങ്ങുകയാണ്. ആൻഡ് ഓൾ ഓഫ് എ സഡൻ വൺ ഡേ സംതിങ് ഹാപ്പൻഡ്. അതായത് രാജയുടെ
ടൈഗ്രസും കുട്ടികളും ഇരയെ തേടി പിടിക്കാനും അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു നോയ്സ് കേൾക്കുകയാണ്. രാജ കാണുന്നുണ്ട്, ദൂരെ ഇരുന്നുകൊണ്ട് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു നോയ്സ് കേൾക്കുന്നു. അപ്പോൾ രാജ വന്ന് നോക്കുമ്പോഴത്തേക്കും മെയ്റ്റും കുട്ടികളും മരിച്ചു കിടക്കുന്ന സീനാണ് കാണുന്നത്. ആൻഡ് അതിന് ചുറ്റും കുറെ ആൾക്കാർ നിന്ന് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യാണ്. വിച്ച് മീൻസ് അവർ കൊന്നതാണ് ഈ ടൈഗറിനെയും കുട്ടികളെയൊക്കെ, ടൈഗ്രസിനെയും കുട്ടികളെയൊക്കെ. അപ്പം ഇത് കണ്ട് ഭയങ്കര ഷോക്ക്ഡായി പോകുന്നു. ആൻഡ് ആ സമയത്ത് രാജയ്ക്ക് എങ്ങനെയെങ്കിലും അവരെ കൊല്ലണം, അവരെ അറ്റാക്ക് ചെയ്യണം എന്നൊക്കെയാണ് രാജയുടെ മനസ്സിൽ. പക്ഷെ രാജയ്ക്ക് പറ്റുന്നില്ല, കാരണം അത്രയും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തന്റെ മുന്നിൽ അല്ലെ തന്റെ ഫാമിലി ഇല്ലാണ്ടായിക്കൊണ്ടിരുന്നത്. സോ ഒന്നും പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ആൻഡ് പെട്ടെന്ന് ഒരു ജീപ്പ് വരുന്നു. ജീപ്പ് വന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന ആനിമൽസിനെയൊക്കെ എടുത്ത് അതിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഭയങ്കരമായിട്ട് രാജ ഷോക്ക്ഡ് ആവുകയാണ്. ആൻഡ് രാജ ഇതിന് റിവഞ്ച് എടുക്കാൻ തീരുമാനിക്കുന്നു. റിവഞ്ച് എടുക്കാനായിട്ട് രാജ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാട്ടിലിറങ്ങിയിട്ട് അവിടെ ആൾക്കാർ വളർത്തുന്ന ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ടല്ലോ, ആ ഡൊമസ്റ്റിക് ആനിമൽസിനെ എസ്പെഷ്യലി ഷീപ്പിനെ ഓരോ 2 ദിവസം കൂടുമ്പോൾ നാട്ടിൽ പോയി ഓരോ വീട്ടിലും പോയി ഷീപ്പിനെ പിടിച്ച് കൊന്ന് കഴിക്കുക. അങ്ങനെ ഒരു റിവഞ്ചാണ്, ആൾക്കാരുടെ സമാധാനം ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഒരു റിവഞ്ചാണ് രാജ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി ഡൂയിങ് ദാറ്റ്, അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഷീപ്പിനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അപ്പൊ വില്ലേജേഴ്സ് അവസാനം ഗതി കെട്ടിട്ട് അവർ ട്രാപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയും രാജയെ പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ട്രാപ്പ് വെക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം ഒരു ഷീപ്പിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ ട്രാപ്പിൽ രാജ വീഴുന്നു. പക്ഷെ സംഭവം അവർ ഷീപ്പിനെ രക്ഷിക്കുന്നതിനിടയിൽ രാജ ആ സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആയിട്ട് പുറത്ത് വരുന്നുണ്ട്. അപ്പം വില്ലേജേഴ്സ് എല്ലാവരും കൂടെ ലാസ്റ്റ് കളക്ടറിന് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്, ഈ ഫെറോഷ്യസ് ആയിട്ടുള്ള ഈ മൃഗത്തിനെ എങ്ങനെയും പിടിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം ഇത്രയാണ് സ്റ്റേജ് 1 വരുന്ന പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ. സ്റ്റേജ് 2 മാൽഗുഡിയിലുള്ള മറ്റൊരു കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ കാണിച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് സർക്കസിൽ ചേരണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ പൂനെയിലുള്ള ദാദാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കസ് ഓണറുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുകയാണ്. ആദ്യം അവിടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അതിന് ഫുഡ് കിട്ടുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതിക്കാണ് അദ്ദേഹം നിന്നിരുന്നത്. ലേറ്റർ ഒരു ദിവസം ദാദാജി മരിക്കുകയാണ്. മരിച്ചു കഴിയുമ്പോഴത്തേക്കും ആ സർക്കസിന്റെ ഓണർ ക്യാപ്റ്റനായി മാറുന്നു. അങ്ങനെ ക്യാപ്റ്റൻ നാട്ടിലേക്ക് മാൽഗുഡിയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ സർക്കസ് കമ്പനിക്ക് ഗ്രാൻഡ് മാൽഗുഡി സർക്കസ് എന്നുള്ള പേരും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹി ഹാസ് എ വൈഫിന്റെ പേര് റീത്ത. അവരൊരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആണ്, അവിടെ ട്രിക്സ് ഒക്കെ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് അത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മുടെ മുന്നത്തെ സ്റ്റോറിയിൽ പറഞ്ഞായിരുന്നു, ആൾക്കാർ കളക്ടറിന്റെ ഓഫീസിൽ കംപ്ലൈന്റുമായിട്ട് ഡെയിലി പോകുന്നുണ്ട്. പക്ഷെ കളക്ടർ എപ്പോഴും പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ പറ, എങ്കിലും ഞങ്ങൾ പിടിക്കാം, അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്കൊരു കൺഫ്യൂഷനാണ്. കളക്ടർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെ കണ്ടു, എന്ത് കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും പല കൺഫ്യൂസിങ് ആൻസേഴ്സ് ഒക്കെ പറയുന്നത് കൊണ്ട് തന്നെ പ്രോപ്പർ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടൊന്നും ഈ കടുവയെ പിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആൾക്കാർ പിന്നെയും കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ ആ സമയത്ത് ക്യാപ്റ്റൻ ഇത് കാണുകയാണ്, ഇങ്ങനെ ഒരു കടുവയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാർ ഇങ്ങനെ പരിശ്രമിക്കുന്നതും. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ വന്ന് അവരോട് പറയും, ഞാൻ നിങ്ങളെ സഹായിക്കാം ഈ കടുവ പിടിക്കാനായിട്ടെന്ന് പറയും. അപ്പോൾ ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷം, കാരണം അതോറിറ്റീസ് ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ആരെങ്കിലും സഹായിച്ചാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ ഇവർ സമ്മതിക്കുകയാണ്. അങ്ങനെ ഇതിനെ പിടിക്കാനായിട്ട് ഇവരെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴത്തേക്കും ക്യാപ്റ്റൻ അവരോട് അവിടെ പോയി സത്യം പറയും, എനിക്കിതിനെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും അല്ല, എൻ്റെ സർക്കസിൽ എനിക്കൊരു ടൈഗറിനെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ എങ്ങനെയായാലും അവിടെയുള്ള ആൾക്കാർക്ക് സന്തോഷമാണ്, കാരണം ഇത് പിന്നീട് അങ്ങോട്ട് വരത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഗാർഡ്സിനൊക്കെ ബ്രൈബൊക്കെ കൊടുത്ത് ട്രാപ്പ് സെറ്റ് ചെയ്യും. അവസാനം രാജയെ പിടിക്കുകയും ചെയ്യും. പിടിച്ച് നേരെ സർക്കസ് കമ്പനിയിൽ കൊണ്ടുപോകും. സോ ഇതൊരു വൈൽഡ് അനിമൽ ആണ്, ഇതിനെ അങ്ങനെ ടൈം ചെയ്തെടുക്കണമെങ്കിൽ നല്ല രീതിക്ക് കഷ്ടപ്പെടണം. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പണിഷ് ചെയ്യും. രാജയ്ക്ക് ആദ്യം ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരവസ്ഥ. പക്ഷെ ഇവഞ്ച്വലി എന്താണ് രാജയ്ക്ക് മനസ്സിലാവുന്നു, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ രാജ അനുസരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് രാജയെ കൊണ്ട് വളരെ വളരെ ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യിപ്പിക്കണം നമ്മുടെ ക്യാപ്റ്റന്. ആ ടാസ്ക് എന്ന് വെച്ചാൽ രാജയും ഓപ്പോസിറ്റ് ഒരു ഗോട്ടും, ഈ രണ്ടുപേരും ഒരു സോസിൽ നിന്ന് മിൽക്ക് കുടിക്കണം. ഇതാണ് ആ ഒരു സംഭവം. അതായത് ഈ ഗോട്ട് എന്ന് പറയുന്നത് രാജയുടെ ഒരു എനിമിയാണ്.
ഇൻ സെൻസ് അത് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മൃഗമാണ്. അപ്പം അതിന് ഇത് രണ്ടും ഇങ്ങനെ വളരെ ടൈംഡ് ആയിട്ടുള്ള ആനിമൽസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്യുന്നത്. ആൻഡ് അപ്പൊ ഈ സർക്കസിന്റെ ജൂബിലി ഷോ നടക്കുന്ന സമയത്താണ് ഈ ആക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആദ്യമൊക്കെ ഇവര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് രാജയും ഈ ഗോട്ടുമായിട്ടുള്ള സമയത്ത് രാജയ്ക്ക് എങ്ങനെ ആ ഗോട്ടിനെ കഴിക്കണം, കാരണം അതൊരു വൈൽഡ് അനിമൽ ആണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ പിന്നീട് രാജയ്ക്ക് മനസ്സിലായി അതിനെ കഴിക്കാൻ എന്തായാലും പറ്റത്തില്ല, കാരണം ഇവർ അതല്ല ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ രാജ ഇവഞ്ച്വലി അത് ചെയ്തു കൊടുക്കുകയാണ്. അവർ പറയുന്നത് അതുപോലെ അനുസരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ദിവസം ഈ ജൂബിലി ഷോ നടക്കുന്നതിനിടയിൽ എന്താണ് ഈ ഒരു ആക്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് രാജ പെട്ടെന്ന് എന്തോ ഒരു മൂട്ടില് നമ്മുടെ ഗോഡിനെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഗോഡിനെ അറ്റാക്ക് ചെയ്യുന്നു, ഗോഡിനെ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് പാനിക് ആവും. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിം പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പൊ അദ്ദേഹം അപ്പൊ ഈ ടൈഗറിനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ആക്ട് നടന്നപ്പോൾ ആൾക്കാരൊക്കെ പേടിക്കുന്നു. ടൈഗറിനെ പെട്ടെന്ന് കേജിലോട്ട് മാറ്റുണ്ടായി. അപ്പൊ ഈ ഒരു ആക്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ഫിലിം പ്രൊഡ്യൂസർ നമ്മുടെ ക്യാപ്റ്റനോട് പോയിട്ട് പറയും, ഞാനൊരു സിനിമ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീൻ എനിക്ക്, ഈ ഒരു ടൈഗറിനെ എനിക്ക് ആ സിനിമയിലേക്ക് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ക്യാപ്റ്റൻ ആദ്യം ഒന്നും സമ്മതിക്കില്ലെങ്കിലും പിന്നെ മണിയാണ് ഓഫർ ചെയ്യുന്നത്, അപ്പം സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂവിയിൽ ആക്ട് ചെയ്യാൻ വരുന്ന മറ്റൊരു കഥാപാത്രമാണ് ജഗ്ഗു എന്ന് പറയുന്നത്. ജഗ്ഗുവിന് നമ്മുടെ ടൈഗറുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ജഗ്ഗു ഒരു റെസ്ലറാണ്, ടൈഗറുമായിട്ട് ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അപ്പം ഈ മൂവിയുടെ ഒരു തീം എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു ടൈഗറാണ്. അവസാനം ജഗ്ഗു ഇതിനെ കീഴടക്കുക, പിന്നെ ഇവർ സമാധാനത്തിൽ ജീവിക്കുക, ഇതൊക്കെയാണ് ഈ ടൈഗറിന്റെ ഹാർമണിയിൽ ജീവിക്കുക, അതൊക്കെയാണ് ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത് മൂവിയുടെ. അങ്ങനെ ഈ മൂവിക്ക് ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നു. ലൊക്കേഷന്റെ പേര് ജിഞ്ചർ ഫീൽഡ് എന്നാണ്. അതൊരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ ഒരു ജിഞ്ചർ ഫീൽഡ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഉള്ളത്. അങ്ങനെ ടൈഗറിനെ അവിടെ കൊണ്ടുപോവാണ്. അപ്പൊ ടൈഗറിന് പെട്ടെന്ന് ഈ ഫോറസ്റ്റ് കാണുമ്പോൾ അതിന്റെ പഴയ ഹോം ഓർമ്മ വരികയാണ്. കുറെ നാളുകൊണ്ട് ഇപ്പൊ സർക്കസിലാണല്ലോ, അപ്പം പഴയ വീടും ഫോറസ്റ്റും ഒക്കെ ഓർമ്മ വരുന്നു. അങ്ങനെ ഈ മൂവി ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറെ പുതിയ ടെക്നിക്സും ടൈഗറിനെ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് നടത്തുന്നു. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ കുറെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനിടയിൽ ക്യാപ്റ്റൻ ആണെങ്കിൽ എപ്പോഴും പണിഷ് ചെയ്യും നമ്മുടെ രാജേനെ. എപ്പോഴും ഇങ്ങനെ പണിഷ് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. അങ്ങനെയാണ് രാജ ഓരോന്ന് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് രാജയെ പണിഷ് ചെയ്യുന്ന സമയത്ത് പണിഷ്മെന്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് രാജ ഇങ്ങനെ അതിന്റെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അത് കയറിയിട്ട് നമ്മുടെ ക്യാപ്റ്റന്റെ ശരീരത്തിൽ കൊള്ളുകയും ക്യാപ്റ്റൻ മരണപ്പെടുകയും ചെയ്യുകയാണ്. രാജ കൊല്ലുന്നതല്ല, പക്ഷെ രാജ തന്നെ പണിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാറുന്ന സമയത്ത് അത് ക്യാപ്റ്റനിലോട്ട് പോവുകയും ക്യാപ്റ്റൻ അങ്ങനെ മരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സ്റ്റേജ് 2 വരുന്നത്. സ്റ്റേജ് 3 അങ്ങനെ ഈ ഒരു ആക്ട് നടന്നതിന് ശേഷം ക്യാപ്റ്റൻ കൊല്ലപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ടൈഗർ അപ്പോൾ ഫ്രീ ആയിട്ട് ഇപ്പൊ നിൽക്കുകയാണല്ലോ, അപ്പൊ ടൈഗർ നേരെ ഈ നാട്ടിലോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് മാൽഗുഡിയിലോട്ട് പോകുന്നു. അപ്പൊ എല്ലാവരും പേടിക്കുന്നു. ടൈഗർ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. ലാസ്റ്റ് ടൈഗർ ഒരു സ്കൂളിലാണ് ചെന്ന് കയറുന്നത്. അവിടെ ഒരു ഹെഡ് മാസ്റ്ററിന്റെ റൂമിനകത്തോട്ട് കയറി ചെല്ലുകയാണ്. അപ്പൊ ഹെഡ് മാസ്റ്ററും ടൈഗറും മാത്രമുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. പുറത്തുനിന്ന് ആരും റൂം പൂട്ടുകയും ചെയ്യുന്നുണ്ട്, കാരണം ടൈഗർ പുറത്തിറങ്ങിയ പ്രശ്നമാണല്ലോ എന്നുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെ എല്ലാവരും നാട്ടുകാരൊക്കെ കൂടുന്നു, സ്കൂളിലെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഒരു ഹോളി മാൻ അവിടെ വരികയാണ്. അദ്ദേഹം വന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അദ്ദേഹം കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആരും അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്തില്ല. പിന്നെ പലരും വരുന്നു, പോലീസുകാർ വരുന്നു, ടൈഗറിനെ പിടിക്കാനായിട്ട് ഹണ്ടർ വരുന്നു. ഷിക്കാരി അൽഫോൺസ് എന്ന പേരുള്ള ഒരു ഹണ്ടർ ആണ് വരുന്നത്. ആൻഡ് അദ്ദേഹം ഇതിനെ ഷൂട്ട് ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാവരും ഷൂട്ട് ചെയ്യാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സേവ് ടൈഗർ കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റിയിലുള്ള ആൾക്കാർ വരികയാണ്. അതായത് ഈ ടൈഗറിന്റെ എണ്ണം ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഉള്ള ടൈഗേഴ്സിനെ ഒന്നും കൊന്നു കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സേവ് ടൈഗർ കമ്മിറ്റി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്നു. പിന്നെ ആൾക്കാരെല്ലാവരും പെറ്റീഷനൊക്കെ കൊടുക്കുന്നു, ഇത് അത്രയും പ്രശ്നക്കാരനാണെന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ അൽഫോൺസ് എന്ത് ചെയ്യുന്നു, ഇതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അയാൾക്ക് ഭയങ്കര ഷേക്കിംഗ് ആണ്, പേടികൊണ്ടായിരിക്കാം അല്ലായിരിക്കാം, നല്ല വിറയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾ അവസാനം ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അദ്ദേഹത്തിന്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഈ ഹോളി മാൻ ഇതൊക്കെ കണ്ടുകൊണ്ട് മാറി നിന്നിരുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അയാള് നേരെ അകത്തോട്ട് പോവാണ്. ആ ഡോർ തുറക്കുന്നു, ടൈഗറിന്റെ ഉള്ളിലോട്ട് പോകുന്നു. അപ്പൊ ടൈഗർ ആദ്യം ഒന്ന് ഞെട്ടും, ഇത്ര ധൈര്യമുള്ള ആരാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഞെട്ടും. പക്ഷെ എന്താണ്,
ഇദ്ദേഹം പോയി വളരെ സമാധാനത്തിൽ അവിടെ പോയി സംസാരിക്കും. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ടൈഗറും ഒതുങ്ങും. ടൈഗർ കുറച്ച് സമാധാനത്തിലിരിക്കും. എന്നിട്ട് അവിടെ ഹെഡ് മാസ്റ്റർ ഉണ്ടല്ലോ, ഹെഡ് മാസ്റ്ററിനെ ഇദ്ദേഹം എന്താണ് മാസ്റ്റർ എന്നാണ് ഇദ്ദേഹത്തെ അഡ്രസ് ചെയ്യുന്നത്. ഹെഡ് മാസ്റ്റർ അല്ല, ഈ ഹോളി മാനെ മാസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ മാസ്റ്റർ ഹെഡ് മാസ്റ്ററിനെ പുറത്തിറങ്ങാനായിട്ട് സഹായിക്കും. എന്നിട്ട് ഈ മാസ്റ്റർ ടൈഗറിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഐ വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി റൂം. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാം. നിന്റെ കണ്ണുകൾ നീ ഐ കോണ്ടാക്ട് ആരുമായിട്ടും കീപ്പ് ചെയ്യരുത്. എന്നിട്ട് നീ നിന്റെ തല കുനിച്ച് എൻ്റെ കൂടെ നടക്കാൻ പറയുകയാണ്. അങ്ങനെ ഈ ടൈഗറും നമ്മുടെ മാസ്റ്ററും കൂടെ പുറത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഇത് കാണുന്ന ഒരു ഫോട്ടോ ഫ്രെയിമർ ഉണ്ട്. ഒരു ഫോട്ടോ ഫ്രെയിമർ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഈ ഒരു കാഴ്ച കാണുകയാണ്. അപ്പൊ അദ്ദേഹം ജയരാജ് എന്നാണ് ആ ഫോട്ടോ ഫ്രെയിമറിന്റെ പേര്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഈ മാസ്റ്ററിനെ ഇദ്ദേഹത്തിന് ഞാൻ മുന്നേ എനിക്ക് അറിയാം. ഇദ്ദേഹം പണ്ട് വളരെ യങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ സമയത്ത് സാധാരണ എല്ലാവരെയും പോലെ ആയിരുന്നു. ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹി ഹാസ് എ ഫാമിലി, മാരീഡ് ആണ്, ഫാമിലി ഉണ്ട്. പക്ഷെ പിന്നെ കേട്ടിട്ടുള്ളത് ഇയാൾ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് സന്യസിക്കാൻ പോയി, അങ്ങനെ ഒരു വാർത്തയാണ് കേട്ടിട്ടുള്ളത് എന്ന് പറയുകയാണ് ഈ ജയരാജ് എന്ന് പറയുന്ന ഫോട്ടോ ഫ്രെയിമർ. സ്റ്റേജ് 4. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് മാസ്റ്ററും ടൈഗറും കുറേ വില്ലേജസിലൂടെ പാസ് ചെയ്ത് ലാസ്റ്റ് മെമ്പി റേഞ്ചിലാണ് നമ്മുടെ ടൈഗർ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പൊ ആ ഒരു സ്ഥലത്ത് എത്തുകയാണ്. അവിടെയാണ് അവർ താമസിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ ഫുഡ് കണ്ടുപിടിക്കുന്നു. മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഹീസ് ലൈക്ക് എ മോങ്ക്. അപ്പൊ അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴൊക്കെ ടൈഗർ അത് ഭയങ്കര പീസ്ഫുള്ളി നോക്കി നിൽക്കും. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവര് ദൈവത്തിനെ പറ്റി, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കും. അപ്പോൾ ഒരു ദിവസം നമ്മുടെ മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ഗോഡ്, എന്താണ് ദൈവം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ടൈഗർ പറയുന്ന റിപ്ലൈ ആണ് എനോമസ് ടൈഗർ വിത്ത് ഗ്രേറ്റ് സ്ട്രെങ്ത്. വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു വലിയ ടൈഗറാണ് ഗോഡ് എന്ന് പറയും. അപ്പോൾ മാസ്റ്റർ ഒരുപാട് ലാഫ് ചെയ്യും അത് കേട്ടിട്ട്. പിന്നെ പറയുന്നത് മാസ്റ്ററിന്റെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്, എന്താണ് അദ്ദേഹം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. അദ്ദേഹം അതിരാവിലെ എണീക്കുന്നു, പിന്നെ സ്പ്രിങ്ങിൽ പോയി കുളിക്കും, ക്ലോത്ത്സ് കഴുകും, അതിനുശേഷം അദ്ദേഹം പ്രാർത്ഥിക്കും, മെഡിറ്റേഷൻ ചെയ്യും, ഫുഡ് കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. കൂടുതൽ സമയം അദ്ദേഹം മെഡിറ്റേഷൻ, ധ്യാനം ചെയ്യാനായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ ടൈഗറിനും ഇതൊക്കെ കണ്ടിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ഭയങ്കര ഫെറോഷ്യസ് ആയിട്ടുള്ള, ക്രൂവൽ ആയിട്ടുള്ള ഒരു ആനിമൽ ആയിരുന്നു ഈ ടൈഗർ ഒരു സമയത്ത്. പക്ഷെ ഇദ്ദേഹത്തിനോട് ഈ മാസ്റ്ററിന്റെ കൂടെ കൂടിയതിനു ശേഷം ടൈഗർ എന്താണ് കുറച്ച് നല്ല രീതിക്ക് മാറ്റങ്ങൾ ടൈഗറിനുണ്ടാവുന്നു. പിന്നെ ഒരു ദിവസം മാസ്റ്റർ അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ പറ്റിയിട്ട് പറയുകയാണ്. പണ്ട് ഞാനും എന്താണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ നടക്കും, എനിക്കൊരു ഫാമിലി ലൈഫ് ഉണ്ടായിരുന്നു, എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയം എന്താണ് നമുക്കൊരു ഉൾവിളി കേൾക്കുന്ന പോലെ കേട്ട് അങ്ങനെ ഞാൻ എന്താണ് ധ്യാനം ചെയ്യാൻ, മെഡിറ്റേഷൻ, അങ്ങനെ ഫാമിലിയൊക്കെ അബൻഡൻ ചെയ്തു പോയതാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ പറ്റി മാസ്റ്റർ പറയുന്നുണ്ട്. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു സ്ത്രീ, ഒരു ഓൾഡ് വുമൺ നമ്മുടെ മാസ്റ്ററിനെ കാണാൻ വരികയാണ്. ഇവഞ്ച്വലി മാസ്റ്ററിന് മനസ്സിലാവും അത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എന്ന് മനസ്സിലാവും. പക്ഷെ ഭാര്യ നല്ല രീതിക്ക് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ള രീതിക്ക്. പക്ഷെ മാസ്റ്റർ കേൾക്കുന്നില്ല. കാരണം ഞാൻ ഒരുപാട് വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പൊസിഷനിൽ എത്തിയത്, സോ എനിക്കിനി പഴയ ലൈഫിലോട്ട് തിരിച്ചു വരാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുന്നുണ്ട്. പിന്നെ കുറെ നാൾ വീണ്ടും അങ്ങനെ കടന്നുപോയി. ടൈഗറിന് നല്ല ടൈഗർ നല്ല വയസ്സായി വരുന്നുണ്ട്. അതിന് പഴയ പോലെ ഇര പിടിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലോട്ട് വരുന്നു. അപ്പം ടൈഗറിന് നല്ല അവശതയിലോട്ട് വരുന്ന ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ മാസ്റ്റർ ഒരു സൂ മാനേജറിന്, അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സൂ മാനേജറിനെ വിളിച്ചിട്ട് പറയും, ഈ ടൈഗറിനെ ഇനി മുതൽ നിങ്ങളുടെ സൂവിൽ കീപ്പ് ചെയ്യണം. കാരണം അതിന് കാട്ടിൽ നിന്നിട്ടും കാര്യമില്ല, അതിന് മറ്റ് അനിമൽസ് അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങളുടെ സൂവിൽ ഇതിനെ കീപ്പ് ചെയ്യണം. എന്നിട്ട് ടൈഗറിനോട് പറഞ്ഞു വിടുന്ന കാര്യമുണ്ട്, ഞാനും ഇനി എന്ത് ചെയ്യാണ്, സമാധിയിലോട്ട്, അങ്ങനെ ഒരു സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിന്നെ ഇനി പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല, നീ അവിടെ പോയി ജീവിക്കുക, ഇനിയുള്ള കാലം അവിടെ ജീവിക്കുക എന്ന് പറഞ്ഞ് ടൈഗറിനെ അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ആ സൂ മാനേജർ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം രാജയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു കേവ് സെറ്റ് ചെയ്യുന്നു. അപ്പൊ ആ കേവിൽ ഇരുന്നു കൊണ്ട് രാജ ഓർക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേജ് 1 പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് രാജ തന്റെ തന്നെ സ്റ്റോറി നരേറ്റ് ചെയ്യാണ്. ഈ സ്റ്റേജ് 4 അദ്ദേഹം ഒരു കേജിലായി, അങ്ങനെ ഒരു സൂലായി എന്ന് പറയുന്നുണ്ട്. ആ ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം തന്റെ സ്റ്റോറി, ഇതുവരെയുള്ള സ്റ്റോറി പറയുന്നതാണ് നമ്മൾ ഈ ഒരു നോവലിൽ കണ്ടത്. സോ ഈ നോവലില് രാജ എന്ന് പറഞ്ഞ ടൈഗറിന്റെ ജേർണിയാണ് നമ്മൾ കണ്ടത്. ഫ്രം ബർത്ത് ടിൽ ഡെത്ത്, ഡെത്ത് വരെയല്ല, മരിച്ചില്ല, അതിന് തൊട്ട് മുൻപേ ഉള്ള അതിന്റെ ജേർണിയാണ് നമ്മൾ കണ്ടത്.
ഫ്രം എ ഫെറോഷ്യസ് അനിമൽ ആയിരുന്ന രാജ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അനിമൽ ആയിട്ട് മാറുന്നു. അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ് ഈ നോവലിൽ നമ്മൾ കാണുന്നത്. സോ ദിസ് ഇസ് എ ടൈഗർ ഫോർ മാൽഗുഡി റിട്ടൺ ബൈ ആർ കെ നാരായൺ. താങ്ക് യു.